എല്ലാവരും വിളിക്കുന്നത് അണ്ണ 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 എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ വിജയ് സാറ് പെരമ്പൂരല്ല, എവിടെ നിന്നാലും വിജയ് സാറിന് വെற்றிയാണ്. വിജയ് സാർ പറഞ്ഞത് എല്ലാം തോതിയിലും വിജയ്. തമിഴ്നാട്ടിൽ വന്നിട്ട് ADMK ജയിക്കുമ്പോൾ TVK ജയിക്കുമ്പോൾ ADMK ജയിക്കുമ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ആൻസർ ഇല്ല. അതിന് ഒരേ കാരണം ഞങ്ങളുടെ പ്രസിഡൻ്റായ വിജയ് സാറാണ്. ആ പുള്ളിക്കാരൻ വന്ന പിന്നെ ടോട്ടൽ പൊളിറ്റിക്കൽ ഗെയിം മാറി. ഞങ്ങളുടെ സാറ് മാനാട്ടിൽ തന്നെ പറഞ്ഞു, எல்லாரும் கட்சி ஆரம்பிச்சுட்டு தான் ஓட்டு கேட்க போவாங்க, நாங்கள் எல்லாரும் வீட்டுக்குள்ளே போயிட்டு தான் கட்சி ஆரம்பிச்சிருக்கோம். അതായത് ഒരു DMKയുടെ വീട്ടിൽ വരെ ഞങ്ങൾക്ക് വോട്ടുണ്ട്. നമ്മുടെ ഹാർബർ അവിടെ തുറമുഖം തൊകുതിയിൽ PK ശേഖർ ബാബു പോളിംഗ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കാൻഡിഡേറ്റിനെ ഒന്ന് മിരട്ടിയിട്ട് ഫോൺ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു, പഞ്ചിനെ പോലെ നീ എല്ലാം ഇങ്ങനെ ഇരിക്കവേ മാട്ടേടാന്ന് പറഞ്ഞു. നമ്മളത് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. കേരളം പോലെ തന്നെ മലയാളികൾ ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ അരങ്ങാണ് തമിഴ്നാട്. വെള്ളിത്തിരയിലെ സൂപ്പർ താരങ്ങൾ ജനനായകരായി മാറിയിട്ടുള്ള ഒരു സംസ്ഥാനം. ഇവിടേക്കാണ് തമിഴക വെട്രിക്കടകവുമായി വിജയുടെ എൻട്രി. ഇത്തവണത്തെ ഇലക്ഷനിലെ ഒരു ത്രികോണ മത്സരം ഉണ്ടാക്കാനായിട്ട് TVKക്ക് സാധിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ തമിഴ്നാട്ടിൽ TVKയുടെ ഭാവി എന്തായിരിക്കുമെന്ന് നമ്മളോട് സംസാരിക്കാനായിട്ട് TVKയുടെ സ്റ്റേറ്റ് ജോയിന്റ് കോർഡിനേറ്റർ അശ്വിൻ ജയപ്രകാശ് നമുക്കൊപ്പം ഉണ്ട്. അശ്വിൻ, വളരെ നിർണായകമായ ഒരു സമയമാണ് TVKയുടെ ഒരു എൻട്രി, രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു എൻട്രി സംഭവിക്കുന്നു. അതുപോലെ തന്നെ ഒരു സൂപ്പർ താരത്തിൻ്റെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെള്ളിത്തിരയിലെ സൂപ്പർ താരങ്ങൾ ഒരുപാട് പേര് ജനനായകരായി മാറിയിട്ടുള്ള ചരിത്രമാണ് തമിഴ്നാട്ടിലുള്ളത്. അവിടേക്കാണ് ഇപ്പോൾ വിജയുടെ ഒരു എൻട്രി വരുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി തമിഴ്നാട്ടിൽ നടക്കുന്ന ന്യൂസൊക്കെ കണ്ടു കാണും. അതായത് TVKയുടെ കാൻഡിഡേറ്റ്സിനും അവിടെയുള്ള മെമ്പേഴ്സിനൊക്കെ ഭയങ്കര പ്ലഷർ കൊടുക്കലും. ഇപ്പോൾ ഇന്നലെ നടന്ന ഒരു ഇഷ്യൂ ആണ് ശ്രീരംഗത്ത് ഞങ്ങളുടെ ഓഫീസ് കത്തിക്കണതും ഇതൊക്കെ ഉണ്ടായി. സോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പേടിയില്ലാത്ത ആൾക്കാർ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തമിഴ്നാട്ടിൽ വന്നിട്ട് ADMK ജയിക്കുമ്പോൾ TVK ജയിക്കുമ്പോൾ ADMK ജയിക്കുമ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ആൻസർ ഇല്ല. അതിന് ഒരേ കാരണം ഞങ്ങളുടെ പ്രസിഡൻ്റായ വിജയ് സാറാണ്. ആ പുള്ളിക്കാരൻ വന്ന പിന്നെ ടോട്ടൽ പൊളിറ്റിക്കൽ ഗെയിം മാറി. പുറത്തുള്ളവർക്കൊക്കെ ഇതൊരു പുതിയ പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കാം, പക്ഷേ ഞങ്ങൾ ലാസ്റ്റ് ഒരു 30 years, അതായത് വിജയ് സാറുടെ മക്കളിലേക്കും തൊട്ട് ഞങ്ങൾ ഇതിന് ഈ മാവട്ട തലവർ, ചെയലാളർ, തമിഴ്നാട്ടിൽ അതുണ്ട്, ആ കൾച്ചറുണ്ട്. ഈ ചെയലാളർ മെമ്പേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ മക്കളേക്കും തൊട്ട് ഞങ്ങൾ ഫോം ചെയ്തതാണ്. സോ ഞങ്ങൾക്കിത് പുതിയതല്ല. TVK എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു പാർട്ടി അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ഈ പരിപാടികളൊക്കെ ചെയ്യണ്ടായിരുന്നു. അതായത് ഫാൻസ് ക്ലബ്ബ് പറഞ്ഞ ഇവിടെ എന്തായിരിക്കും ഈ ഫ്ലെക്സ് വെക്കലും ആ പരിപാടി, സിനിമ കാണുക. പക്ഷെ ഞങ്ങൾ ടോട്ടലി വേറെയാണ്. പടം ആഘോഷിക്കും, അത് കഴിഞ്ഞിട്ട് വെൽഫെയർ ആക്ടിവിറ്റി. വിജയ് മക്കളേക്കം പേരിൽ വിലയില്ലാ വിരുന്തകം പറഞ്ഞൊരു തിട്ടം ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. റൊട്ടി മുട്ടൈപ്പാൽ തിട്ടം, പിന്നെ ഇലവസ സട്ട ആലോചന മയ്യം, പിന്നെ ഇലവസ പൈലകം. ഇതൊക്കെ പറയുന്ന തിട്ടങ്ങളാണ്. ഒരു മിനി ഗവൺമെൻറ്റാണ് നമ്മൾ തമിഴ്നാട്ടിൽ കൊണ്ടുവന്നത്. ഇതൊക്കെ ഞങ്ങൾ ഫാൻസ് ക്ലബ്ബിൽ നിന്ന് ചെയ്തതാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പാർട്ടി അനൗൺസ് ചെയ്തത്. ഞങ്ങളുടെ സാറ് മാനാട്ടിൽ തന്നെ പറഞ്ഞു, எல்லாரும் கட்சி ஆரம்பிச்சுட்டு தான் ஓட்டு கேட்க போவாங்க, நாங்கள் எல்லாரும் வீட்டுக்குள்ளே போயிட்டு தான் കക്ഷി ആരംഭിച്ചിരിക്കുന്നുണ്ട്. സോ ഞങ്ങൾ എല്ലാവരുടെ വീട്ടിലും ഞങ്ങളുണ്ട്. നമ്മുടെ കൂടെ ആര് വന്നാലും നമ്മൾ ചേർക്കും. ഞങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ CM കാൻഡിഡേറ്റ് ഞങ്ങളുടെ സാറ് വിജയ് സാർ തന്നെയാണ്. വേറെ ആരും ഞങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ ഇല്ല, ഇതുവരെയ്ക്കും ഞങ്ങളുടെ മൈൻഡിൽ ഇനി ഉണ്ടാവില്ല. സോ ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ്, ഞങ്ങൾ ചെയ്ത് വെച്ച വർക്കും ഞങ്ങൾക്ക് മക്കൾ തരുന്ന, ഒവ്വൊരു വീട്ടിൽ പോയി വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ അവർ തരുന്ന റെസ്പോൺസ് ഉണ്ടല്ലോ, ഇതൊക്കെയാണ് ഒരു മാറ്റം. അതായത് ഒരു DMKയുടെ വീട്ടിൽ വരെ ഞങ്ങൾക്ക് വോട്ടുണ്ട്. അതായത് അവരുടെ മെമ്പേഴ്സ് വേണമെങ്കിൽ DMKക്ക് വോട്ട് ചെയ്യാം, പക്ഷെ അവരുടെ വൈഫ്, പിള്ളേർ, കുട്ടി, ഇവരെല്ലാവരും വിജയ് സാറിൻ്റെ ഒരു ആ ചാൻസിലുള്ള ആൾക്കാരാണ്. സോ വിജയ് സാർ വരണം. DMKത്തെ വീട്ടിലത്തെ ആൾക്കാരെ ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാം, അന്നാണ് എപ്പിയാതെ ജയിക്കി വെച്ചിരുന്നത്. സോ ഇതൊക്കെ ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ആണ്. ഏത് സൈഡ് പോകുന്നില്ലത് അത് സാറിൻ്റെ തീരുമാനം തന്നെയാണ്. ഇത് പേരമ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ DMKക്ക് സ്ട്രോങ് ഹോൾഡ് ഉള്ള ഒരു സ്ഥലമാണ്. ഇത്തരത്തിലുള്ള DMKക്ക് ഇത്രയധികം സ്ട്രോങ് ഹോൾഡ് ഉള്ള ഈ ഒരു സ്ഥലത്ത് ഒരു TVKക്ക് അത്രയധികം വിജയപ്രതീക്ഷ വെക്കുന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് ലെവൽ ഒരു ഫീഡ്ബാക്ക് ലഭിച്ചതിൻ്റെ ബേസിലാണ്? ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് പെരമ്പൂരിൽ 45,000 മെമ്പർഷിപ്പ് ഉണ്ട്. ഞങ്ങൾക്ക് അവിടെ 1.5 കോടി വോട്ടാണ്. 45,000 മെമ്പർഷിപ്പ് ഉണ്ട്. പിന്നെ അവിടെ നമുക്ക് കിടക്കുന്ന സപ്പോർട്ട്, അവിടുത്തെ മാവട്ട ചെയലാളറും ഞങ്ങൾ കുറേ ഈവൻറ്റ്സ് അവിടെ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഈ പൈലകം, ഈ വിലയില്ലാ വിരുന്തകം, ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഓൾമോസ്റ്റ് മക്കളേക്കം തൊട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. സോ ഇതിൻ്റെ ഇതും പിന്നെ വിജയ് സാറ് പെരമ്പൂരല്ല, എവിടെ നിന്നാലും വിജയ് സാറിന് വെற்றிയാണ്. വിജയ് സാർ പറഞ്ഞത് എല്ലാം തോതിയിലും വിജയ് മുഖം. ഞങ്ങൾക്ക് ഈ കാൻഡിഡേറ്റ് ആ കാൻഡിഡേറ്റ് ആരൊക്കെ എവിടെയൊക്കെ നിന്നൊരു ചോദിച്ചാൽ എല്ലാ സ്ഥലത്തും വിജയ് സാറാണ്. ആ വെക്ടറി ആ ഒരു മനുഷ്യന് മാത്രമാണ്. തമിഴ്നാട് രാഷ്ട്രീയം എന്ന് നമ്മൾ പറയുമ്പോൾ DMKയും ADMKയും ആയിരുന്നു. അപ്പോൾ ഈ ഒരു ട്രഡീഷണൽ വോട്ട് ബാങ്ക് എന്ന് തന്നെ പറയാൻ പറ്റും. അത് തകർക്കാനായിട്ട് TVKക്ക് പ്രത്യേകമായിട്ടുള്ളത് ഈ ഒരു വിജയ് എന്നുള്ളൊരു ഫാക്ടർ തന്നെയാണോ? ഷുവർ. അത് എന്താ വെച്ചാൽ DMKക്ക് 1.5 കോടിയോളം അവർക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. ഇതേ മെമ്പർഷിപ്പ് ADMKക്കും ഉണ്ട്. അതേ മെമ്പർഷിപ്പ് തമിഴക വെട്രിക്കഴകനുണ്ട്. മക്കളേക്കമായി ഇല്ലപ്പോൾ തന്നെ ഞങ്ങൾക്ക് അത്ര മെമ്പർഷിപ്പ് ഉണ്ട്. ലാസ്റ്റ് ഞങ്ങൾ ആപ്പ് അനൗൺസ് ചെയ്ത് 6 monthsനുള്ളിലേ നമ്മളത് പബ്ലിഷ് ചെയ്തതാണ്.
ഓൾമോസ്റ്റ് 1.5 കോടിയോളം നമുക്ക് മെമ്പർഷിപ്പ് ആയിരുന്നില്ലത്. സോ ഈ 2 പാർട്ടിക്കാളും നമ്മളും അതേ സ്ട്രോങ്ങിൽ തന്നെയാണ്. പിന്നെ ബൂത്ത് കമ്മിറ്റി, നമ്മൾ എല്ലാ സ്ഥലത്തും ബൂത്ത് കമ്മിറ്റി ഇട്ടുണ്ട്. ഈ ഇലക്ഷനിൽ ഈ പോളിംഗ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ആൾക്കാർ DMKയിൽ 2 പേരുണ്ടെങ്കിൽ തമിഴക വെട്ടിരിക്കുന്ന 5 പേരാണ്. എല്ലാ പോലീസ് സ്റ്റേഷനിലും നമ്മൾ ആൾക്കാരുണ്ട്. ഇവരാരും നമ്മുടെ നിന്ന് പൈസ വാങ്ങി വരുന്നവരല്ല. ഈ ADMK DMKക്ക് പൈസ കൊടുത്താലാണ് ആൾക്കാർ വരുന്നതും ക്രൗഡ് വരുന്നതും. പക്ഷേ വിജയ് സാറിന് അതിൻ്റെ ആവശ്യമില്ല. എല്ലാ പോലീസ് സ്റ്റേഷനിലും ബൂത്ത് ഏജൻറ്റുമാരും ആർക്കും നമ്മൾ പൈസ കൊടുത്തിട്ടില്ല. വിജയ് സാർ വരുമ്പോഴും പോകുമ്പോഴും മാനാടിനും ഒരാൾക്കും ഒരു പൈസ നമ്മൾ കൊടുത്തിട്ടില്ല. അതൊക്കെ അൻപ് എന്ന് പറയും തമിഴ്നാട്ടിൽ. ആ അൻപാണ് ഇതൊക്കെ. സോ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഈ പാർട്ടിയെക്കാളും ഞങ്ങളുടെ തലവർ ഒരു പടി മേലെ തന്നെയാണ്. തിരക്കിന്റെ കാര്യം പറഞ്ഞു. ഈ തിരക്ക് അല്ലെങ്കിൽ ഈ ഒരു ആൾബലം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ശക്തിയും ദൗർബല്യവും എന്ന് പറയാം. കാരണം നമ്മൾ കണ്ടു അദ്ദേഹത്തിന്റെ പ്രചരണം നടന്ന പല വേദികളിലും തിരക്ക് കാരണം ഉണ്ടായ പ്രശ്നങ്ങളും മറ്റും. അതുപോലെ തന്നെ ഈ തിരക്ക് തന്നെ ചിലപ്പം വോട്ടിലേക്കും സഹായിക്കുന്ന ഫാക്ടർ തന്നെയാണ്. ഇതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇത് കുറേ സ്ഥലത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. കാരണം ആ കരൂർ ഇഷ്യൂവിന് ശേഷം ഞങ്ങളുടെ ടീം എല്ലാവരും, വിജയ് സാർ അടക്കം ഞങ്ങളെല്ലാവരും ഓൾമോസ്റ്റ് 1 മാസത്തോളം ഭയങ്കര ഡല്ലായിരുന്നു. എന്ത് ചെയ്യും, അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യും. പക്ഷേ ആൾക്കാർ ഭയങ്കര അൻപ് വെച്ചാണ് വരുന്നത് വിജയ് സാറിനെ കാണാൻ. ഇത് ടോട്ടലി മുടക്കി. അതായത് ബാക്കി എല്ലാവരും ചെയ്യുന്നുണ്ട്. എടപ്പാടി പഴനിസ്വാമി ഒരു സൈഡ് ചെയ്യുന്നുണ്ട്, ചീഫ് മിനിസ്റ്റർ ഒരു സൈഡ് ചെയ്യുന്നുണ്ട്, ഉദയനിധി സ്റ്റാലിൻ ഒരു സൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ സൈഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ആ 1 മാസം ഞങ്ങൾക്ക്, അതായത് ഞങ്ങൾ ഇട്ട പ്ലാൻ പ്രകാരം ഫെബ്രുവരി 20-ാം തീയതി വരെ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തു. ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പോസിബിൾ, അതായത് ഗവൺമെൻറ് പോയി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കയ്യിൽ കിട്ടിയ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയത്. സോ നമ്മൾ മാക്സിമം എവിടെയൊക്കെ കവർ ചെയ്യാൻ പറ്റും അവിടെയൊക്കെ കവർ ചെയ്തു. അവിടെ കിട്ടിയ ഈ ചെന്നൈയിൽ തൂത്തുക്കുടി ആയാലും ശരി, ചെന്നൈ വന്നപ്പോൾ വില്ലിവക്കത്തായാലും ശരി ഭയങ്കര ക്രൗഡായിരുന്നു. അവിടെ വയസ്സായവരെ ഞാൻ കാണാൻ പറ്റി, യങ്സ്റ്റേഴ്സിനെ കാണാൻ പറ്റി. എല്ലാവരും വിളിക്കുന്നത് അണ്ണ 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 എന്നാണ് പറഞ്ഞിട്ടാണ്. ഇവരാർക്കും നമ്മൾ പൈസ കൊടുത്തിട്ടില്ല. സോ ആ അൻപ് തമിഴ്നാട് ഫുള്ളും കിട്ടേണ്ടതായിരുന്നു. അത് നമുക്ക് നടക്കാതെയായി. സോ ഇതിലൊരു മികപ്പൊരു എക്സാമ്പിൾ, കരൂരിൽ നിന്ന് സെന്തിൽ ബാലാജി ഇപ്പോൾ കോയമ്പത്തൂരാണ് പോയി നിൽക്കണം. കാരണം എന്താ? അപ്പോൾ അവരുടെ തെറ്റില്ല കാരണമാണ് അവർ കോയമ്പത്തൂർ പോയി. കരൂരിൽ നിന്നാൽ DMK അവിടെ ജയിക്കാൻ പറ്റില്ല എന്നറിയാം. സോ ഇതൊക്കെ വെച്ചാണ് ഞങ്ങൾ എത്ര ബ്ലോക്ക് ചെയ്യണോ, വോട്ടിടാൻ വരുന്ന ആൾക്കാരെ ബ്ലോക്ക് ചെയ്തു. കുറേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറേ പേര് വോട്ട് ചെയ്യാൻ വേണ്ടി ബസ് കിട്ടാതെ രാത്രി മിഡ്നൈറ്റ് അവിടെ പോരാട്ടം ചെയ്ത് വൈകുന്നേരം, അത് ചില പേര് 5:30 മണിക്ക് എത്തി നേരെ വോട്ടിടാൻ പോയവരുണ്ട്. ചില പേർക്ക് വോട്ടിടാൻ പറ്റാത്ത നാട്ടിൽ പോയവരുണ്ട്. ഊട്ടിക്ക് പോയി കുറേ പേര് വോട്ടിടാൻ പറ്റാത്തവരുണ്ട്. ഇതൊക്കെ കുറേ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ പൊളിറ്റിക്സ് തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു പാർട്ടി അധികാരത്തിലെത്തുന്നു അല്ലെങ്കിൽ വിജയിക്കുന്നു. ഈ ഒരു വിന്നിനെ നിങ്ങൾ എന്തായിട്ടാണ് കാണുന്നത്? അല്ലെങ്കിൽ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തുടക്കം എന്നുള്ള രീതിയിലാണോ അതോ അധികാരം അതാണോ കാണുന്നത്? ഇത് ഹിസ്റ്ററി അത്രേ പറയാൻ പറ്റുമോ. ഇത് വേറെ എവിടെയും സംഭവിക്കില്ല. ഇത് എനിക്കറിഞ്ഞ് ഇതിനു മുന്നേ MGR സാറിലൊപ്പം നടന്നുണ്ട്. പിന്നെ എനിക്കറിഞ്ഞ് വേറെ എവിടെയും നടക്കാൻ സാധിക്കും. ഇതിന് മുന്നേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ADMK ഓർ DMK. ഇവർക്കിടാം ഇല്ലെങ്കിൽ അവർക്കിടാം. ഈ ഓപ്ഷൻ ഇല്ലാത്ത കാരണമാണ് ഇവർ പറ്റിക്കുന്നവർ വന്ന് ഈ കുറേ പേര് ഇങ്ങനെ മാറിയിട്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു മാസ് പൊളിറ്റിക്കൽ ലീഡർ വരുമ്പോൾ അവർക്കറിയാം ഇவ்வளோ நாள் இவங்களுக்கு போட்டோம். இப்போ விஜய் அவர்கள் வந்திருக்காரு, യങ്സ്റ്റർ ഫുള്ള് പസങ്ങളാണ് ഇറക്കണം, ചെറിയ പിള്ളേരുണ്ട്. ഇവർക്ക് നമുക്ക് വോട്ട് ചെയ്ത് നോക്കാം എന്താ ചെയ്യാൻ പറ്റുകയെന്ന്. അതായത് മക്കളേക്കം തൊട്ടേ ഇത്ര തിട്ടങ്ങൾ, ഇത്ര സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പദവി കിട്ടിയാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? നമ്മൾ മെരട്ടൽ ഉരുട്ട് ഇതൊക്കെ ഉണ്ട്. തമിഴ്നാട്ടിൽ വന്ന് എന്നടാ പண்ற പിന്നെ വിജയ്ക്ക് വന്നിരിക്കുക, മെരട്ടലുണ്ട്. അതില്ലെന്ന് പറയാം, എല്ലാ സ്ഥലത്തുണ്ട്. നമ്മുടെ ഹാർബർ അവിടെ തുറമുഖം തൊകുതിയിൽ PK ശേഖർ ബാബു പോളിംഗ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കാൻഡിഡേറ്റിനെ ഒന്ന് മിരട്ടിയിട്ട് ഫോൺ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു, പഞ്ചിനെ പോലെ നീ എല്ലാം ഇങ്ങനെ ഇരിക്കവേ മാട്ടേടാന്ന് പറഞ്ഞു. നമ്മളത് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനത്തെ മിരട്ടലുകളുണ്ട്. കാരണം അവരുടെ റൗഡിസം ഉണ്ട്, അവരുടെ പവർ ഉണ്ട്. സോ ഇതെല്ലാം പോവും. ഞങ്ങളുടെ സാർ ആഴ്ചയിൽ വന്ന ഉടനെ ഈ ഊഴൽ ചെയ്തിരുന്നുണ്ട്. ഈ ടാസ്ക് മാർക്കിൽ ഈ കുറേ അഴിമതികൾ നടത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ. യുവമാരൊക്കെ അകത്ത് പോകും. അതെന്തായാലും ഞങ്ങളുടെ സാർ അത് ഉറപ്പായിട്ട് ചെയ്യും. TVK വിജയിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 100 ദിവസത്തിൽ മെയിൻ ഫോക്കസ് എന്തായിരിക്കും, എവിടെയായിരിക്കും? മെയിൻ പെൺകൾക്ക് പാതുകാപ്പ് എന്ന് പറഞ്ഞിട്ട് CCTV വെക്കണ ഒരു ഫോർമാറ്റ് കൊടുക്കുന്നുണ്ട്. എവിടെയൊക്കെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് അവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റ്സ് ആദ്യം പെൺകൾക്ക് പാതുകാപ്പ് വേണം. പിന്നെ ഒരു സ്വിച്ച് ബട്ടൺ ഇട്ട അലാറം അടിക്കണ പോലെ ഓട്ടോറിക്ഷയിൽ വരെ അത് വെക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ കുറേ പ്ലാൻസ് ഉണ്ട്. ഫസ്റ്റ് ഫോക്കസ് പെൺകൾ പാതുകാപ്പ് എന്നാണ് പറഞ്ഞത്. TVK അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ തമിഴ്നാടിന്റെ മുഖം എങ്ങനെയായിരിക്കും മാറാൻ പോകുന്നത്? ഫുൾ യങ്സ്റ്റേഴ്സൊക്കെ പൊളിറ്റിക്സ് വരും. ഇപ്പം ഞാനൊന്നും ഒരിക്കലും വിചാരിക്കാത്ത ആളാണ്. നമ്മൾ സിനിമ കാണും, മക്കളേക്കം പേരിൽ കുറേ വെൽഫെയർ ആക്ടിവിറ്റീസ് ചെയ്യും. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പൊളിറ്റിക്സിൽ വരും. ഇപ്പം ഞാൻ പഴയ മക്കളേക്കം തൊട്ട് ഉണ്ടായിരുന്ന കാരണമാണ് എന്നെ സ്റ്റേറ്റ് ലെവലിൽ ഒരു പോസ്റ്റ് കിട്ടിയത്. എനിക്ക് പൈസ ഉണ്ടായിട്ടോ ഞാൻ അത്രയും വലിയ അധികാരത്തിലുള്ള ആളല്ല. ഞാൻ സാധാരണ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പെട്ടെന്ന് നമ്മളൊരു സ്റ്റേറ്റ് പോസ്റ്റിലിടുമ്പോൾ അപ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസ് എത്ര വർഷം മക്കളേക്കത്തിൽ വെൽഫെയർ ആക്ടിവിറ്റി വെറും ഫ്ലക്സ് വെച്ച് പോസ്റ്റർ അടിച്ച ആൾക്ക് കിട്ടിയതില്ല. ഇങ്ങനത്തെ ഒരു ഇതിലുണ്ടായ കാരണം എനിക്ക് ഇത്ര പദവി കിട്ടി. ഇപ്പം ഞാൻ പൊളിറ്റിക്സ് നോക്കുന്നുണ്ട്. വിജയ് സാറ് പോലത്തെ ഒരു സപ്പോർട്ട് ഇല്ല കാരണം ഞങ്ങൾക്ക് സ്പീക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ത് നടന്നാലും സംസാരിക്കാൻ പറ്റുന്നുണ്ട്.